ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 1 വ്യാഴം. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ലാസർ മരിച്ചതിൻ്റെ 4-ാം നാൾ ആ കുടുംബത്തിലേക്ക് എത്തുന്നത്, മർത്ത വന്ന് പറയുന്നത്, കർത്താവെ അങ്ങ് ഉണ്ടായിരുന്ന സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറയുന്ന ഭാഗം. അപ്പം അതിൻ്റെ പിന്നാലെ ഈശോ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നത് ഈ ഭാഗമൊക്കെയാണ്. അതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, പലരും ചോദിക്കുന്നുണ്ട്, വെച്ചാൽ 2 ദിവസമായിട്ട് കയ്യിലെ ബൈബിള് കാണുന്നില്ലല്ലോ എന്ന് സംശയം മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതവുമായി സന്തോഷവുമായി. നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള അത്ഭുതവും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷവും രണ്ടും ഉണ്ടായി. ഞാൻ ആക്ച്വലി ഇപ്പോൾ കൽക്കട്ടയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് കൽക്കട്ടയിലാണ്. പ്രിയമുള്ള നമ്മുടെ വിശുദ്ധയായ മദർ തെരേസായുടെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മദർ തെരേസായുടെ MC മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇംഗ്ലീഷ് റിട്രീറ്റാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളാണ് കയ്യിലിരിക്കുന്നത്. നമ്മുടെ ബ്ലസ് 364 മലയാളത്തിലായതുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ തുറന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ന ഉത്തരം തരികയായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ഓർത്തേക്കണേ. കാരണം നമുക്കറിയാം, നമ്മുടെ കാലത്ത് വലിയ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സാണ് MC സിസ്റ്റേഴ്സ്, മദർ തെരേസയുടെ സിസ്റ്റേഴ്സ്. അപ്പോൾ അവരെ പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ച് അവർക്ക് അടുത്ത കാലത്തായിട്ടൊക്കെ കുറച്ചധികം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് ടെൻഷൻസ് ഉണ്ടാകുന്നൊരു കാലമല്ലേ. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമെന്ന് സ്നേഹത്തോടെ ഞാനൊന്ന് അഭ്യർത്ഥിച്ചോട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഭ്യർത്ഥന. ഒപ്പം ഈ ധ്യാനം അവർക്ക് കൂടുതൽ ഫലപ്രദമാകുവാൻ എൻ്റെ പ്രിയമുള്ള ഫീഡ് മൈ ഷീപ്പിൻ്റെ ശ്രോതാക്കളോട് ഞാൻ മാധ്യസ്ഥം യാചിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉയരട്ടെ ദൈവത്തിന് മുമ്പാകെ. അപ്പോൾ ഇന്നത്തെ ചിന്തകളിലേക്ക് വരാം. 2 ചെറിയ ചിന്തകൾ, പക്ഷെ വളരെ രസമുള്ള 2 ചെറിയ ചിന്തകൾ. ഒന്നാമത്തത്, ലാസർ മരിച്ചതിൻ്റെ 4-ാം നാളാണ് ഈശോ അവിടെ എത്തിയത് എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. എന്നറിയാമോ, ലാസർ സുഖമില്ലാതെ ഇരുന്നപ്പോൾ മർത്തായും മറിയവും ലാസർ പോലും ചിന്തിച്ചു കാണും, കർത്താവ് വരും. അവരാഗ്രഹിച്ചിട്ടും ഉണ്ടായിരിക്കും, ഈശോ വരും, വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തും. വന്നില്ല, ലാസർ മരിച്ചു. മർത്തായും മറിയവും വിചാരിച്ചിട്ടുണ്ടാകും, ഇനി അടക്ക കൂടാനെങ്കിലും കർത്താവ് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. വന്നില്ല. ചിലപ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിലും? ചിലപ്പോൾ അങ്ങനെയാണ്. ശരിക്കും ഈ മർത്തായും മറിയവും ഈശോയെ പരിചരിച്ചതുപോലെ മറ്റാരാണ് കർത്താവിനെ പരിചരിച്ചിട്ടുള്ളത്? എന്നിട്ടും അവരുടെ ജീവിതത്തിലൊരു സങ്കടം വന്നപ്പോൾ, ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ ഉത്തരവുമായി കർത്താവ് എത്തുന്നില്ല. ചിലപ്പോൾ നമുക്കും തോന്നും, എൻ്റെ പൊന്നു കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ മറ്റാരാ പ്രാർത്ഥിച്ചത്? ഞാൻ പള്ളിയിൽ പോയിട്ടില്ലേ, മുടക്കം വന്നിട്ടില്ലല്ലോ, സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ലല്ലോ, ബൈബിൾ വായിച്ചിട്ടില്ലേ, എൻ്റെ സമ്പാദ്യത്തിൻ്റെ വീതം പറ്റാവുന്നതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടില്ലേ? ഇതെല്ലാം ചെയ്തിട്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എൻ്റെ ഉത്തരം കിട്ടാത്ത, ശരിക്കും നമുക്കൊരു ക്രൈസിസ് സിറ്റുവേഷനാണത്. എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും? വളരെ രസകരമായ, വളരെ ഹൃദയം കൊണ്ട് കേൾക്കേണ്ട ഒരു ആത്മീയ രഹസ്യം പങ്കുവയ്ക്കാൻ പോവുക. ശ്രദ്ധിച്ചിരിക്കണം. അതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയും വേണം. നിങ്ങൾ ഒരു കാര്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു, അതിനുത്തരം കിട്ടിയാൽ സന്തോഷം അല്ലേ? നമുക്ക് സന്തോഷമുള്ള കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിന് ഉത്തരം കിട്ടി, സന്തോഷം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യത്തിന്, നമ്മൾ പ്രാർത്ഥിച്ച നേരത്ത്, ആഗ്രഹിച്ച നേരത്ത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉപരിയായി സന്തോഷിച്ചോണം. എന്താ കാര്യം എന്നല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിന് ഉത്തരം കിട്ടിയാൽ നമ്മുടെ പ്ലാനിൽ കാര്യം നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ പ്ലാൻ, നമ്മുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടന്നു. സന്തോഷിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു, സന്തോഷിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യത്തിന് ആഗ്രഹിച്ച നേരത്ത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സെലിബ്രേറ്റ്, ആഘോഷിച്ചു. എന്താ കാര്യം അറിയാമോ? ഇനി നടക്കാൻ പോകുന്നത് എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവിൻ്റെ പദ്ധതി ഞെട്ടിത്തരിക്കും, നമ്മൾ കോരിത്തരിപ്പിക്കും കർത്താവിൻ്റെ പദ്ധതി. അത് തന്നെയല്ലേ ഈ ലാസറിൻ്റെ കാര്യം സംഭവിച്ചത്? രോഗിയായിരുന്നപ്പോൾ അറിയിച്ചു, വന്നില്ല. മരിച്ചപ്പോൾ വന്നില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആഗ്രഹിച്ചൊന്നും നടന്നില്ല.
ഞങ്ങൾ ആഗ്രഹിച്ചത് നടന്നില്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കർത്താവ് തമ്പുരാൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് 4-ാം ദിവസം ഇതൾ വിരിഞ്ഞു വരുന്നത്, ലാസറിൻ്റെ ഉയർപ്പായിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ആഗ്രഹിച്ച നേരത്ത് ഉത്തരം കിട്ടിയില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഓർത്തോ, സന്തോഷിക്കുക. ഇനി നടക്കാൻ പോകുന്നത് കർത്താവിൻ്റെ പദ്ധതിയാണ്. നീ ആഗ്രഹിച്ചതോ ഊഹിച്ചതോ ഒന്നുമല്ല നടക്കാൻ പോകുന്നത്. അതിന് അപ്പുറത്ത് സംതിങ് മജസ്റ്റിക്, വളരെ കുലീനമായ, വളരെ മഹത്വമുള്ള ഒന്ന് നിൻ്റെ കൺമുമ്പിൽ നീ കാണും. വിശ്വസിക്കണം. അതിൻ്റെ പേരല്ലേ വിശ്വാസം. വിശ്വസിക്കണം. രണ്ടാമത്തെ ചിന്ത, ഈശോ ഈ മർത്തായോട് പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞെ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൺഫ്യൂസ്ഡ് ആകും. ഒരു കൺഫ്യൂഷനും വേണ്ട. ഇറ്റ്സ് ക്ലിയർ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈശോ പിന്നീട് പറഞ്ഞിട്ടില്ലേ, ആര് എന്നിൽ വിശ്വസിക്കുന്നോ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന പ്രത്യേകത എന്താ? ഈശോയിൽ വിശ്വസിക്കുന്നവർ ഈശോയിൽ വസിക്കും. അപ്പോൾ ഈശോയിലായ നമ്മളൊക്കെ വിശ്വസിക്കുന്നവർ ഈശോയിലായി. ഈശോയ്ക്ക് എന്ത് സംഭവിച്ചത്? ഈശോ കുരിശിൽ മരിച്ചു, അവൻ 3-ാം നാൾ ഉയർത്തു. അങ്ങനെ വരുമ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവർ, ഈശോയോട് ചേർന്നവർ ഉയർക്കാതെ പിന്നെ എവിടെ പോകാനാണ്? അതിൻ്റെ അവതരണമല്ലേ, അത് തന്നെ കാണിച്ചു തരികല്ലേ പരിശുദ്ധ കുർബാനയിൽ. ഈ അപ്പം എടുത്തുയർത്തിയിട്ട്, ഇത് നിത്യജീവൻ്റെ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും, അവർ മരിച്ചാലും ജീവിക്കും. എന്താ അർത്ഥം? നിത്യതയുടെ അപ്പത്തിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ ഓർത്തേക്കരുതേ, കർത്താവ് നമ്മോട് ചേരുകയാണെന്ന്. ശരിക്കും കർത്താവ് നമ്മോട് ചേരുന്നതിനപ്പുറത്ത് നമ്മൾ കർത്താവിനോട് ചേരുകയാണ്. അതാണ് കമ്മ്യൂണിയൻ. കർത്താവിനോട് ചേർന്നാൽ ഇനി നമ്മൾ മരിക്കുമോ? ഇനി മരണത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ടോ? നമ്മൾ ഉയർക്കാനുള്ളതാണ്, നിത്യമായ ജീവിതത്തിനുള്ളവരാണ്. അതുകൊണ്ടാണ് ആ ഒരു സുന്ദരമായ പാട്ടില്ലേ, ഈ അടുത്ത കാലത്തായിട്ട് വല്ലാണ്ട് ഹിറ്റായിരിക്കുന്ന ഒരു പാട്ട്, നമ്മളൊക്കെ പാടുന്നൊരു പാട്ട്, ഭയങ്കര രസമാണ് പാട്ട്. നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീരട്ടെ, എന്നിലലിഞ്ഞു നീ ഞാനായി തീരട്ടെ. കമ്മ്യൂണിയൻ. കർത്താവേ, നിന്നിൽ അലിഞ്ഞ് ഞാൻ നീയായി തീരുന്ന നേരം, അതാണ് പരിശുദ്ധ കുർബാന. ആ അനുഭവത്തിന് വേണ്ടി വേണം നമ്മളും പ്രാർത്ഥിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരു പുഴുവിനും ഒരു കീടത്തിനും വിട്ടുകൊടുക്കാതെ അവൻ അവൻ്റേതായി നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. മരണത്തെക്കുറിച്ചുള്ള ഉദാത്തമായ ചിന്തയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണണം കേട്ടോ, നമ്മുടെ ഫീഡ് മൈ ഷീപ്പിനകത്ത് ഇന്ന് മുതൽ നമ്മൾ ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണും. കുറച്ച് പേരെങ്കിലുമൊക്കെ പുറപ്പാട്, ദ ഫൈനൽ ജേർണി, മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഈ 10 ദിവസവും രാവിലെ 8 മണിക്ക് അത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളത് കാണണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. കാരണം മരണത്തെക്കുറിച്ച് പ്രത്യാശയോടെ ഒരുങ്ങണം നമ്മൾ. മരണത്തെക്കുറിച്ച് അത് കർത്താവിൻ്റെ മുഖം കാണുന്ന അനുഭവമാക്കി നമുക്ക് മാറ്റണം. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ്. അത് കാണുക, പങ്കുവയ്ക്കുക, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, ഞങ്ങൾ ആഗ്രഹിച്ചതും ഞങ്ങൾ സ്വപ്നം കണ്ടതും നടക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ഞങ്ങളിനി സന്തോഷിക്കട്ടെ. കാരണം ആ നിമിഷം മുതൽ നിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങുകയാണല്ലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.